ബ്രഷ്, ഇന്റർഡെന്റൽ ഫ്ലോസ്, നോർമൽ ഫ്ലോസ് ഓർ ഓർത്തോഡോണ്ടിക് വാക്സ്. ഈ 3 കാര്യങ്ങളും ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ബ്രേസസോ അതോ അലൈനേഴ്സ് ചെയ്യുന്ന ആൾക്കാർ കയ്യിൽ കരുതേണ്ട മെയിൻ കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബ്രഷ് അൾട്രാ സോഫ്റ്റ് ബ്രഷ് അല്ലെങ്കിൽ ഓർത്തോഡോണ്ടിക് ടൂത്ത് ബ്രഷ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഐഡിയലി ബ്രഷ് ഒരു 3 മാസം കൂടുമ്പോൾ മാറ്റി കൊടുക്കും വേണം. ബ്രഷിംഗ് ടെക്നിക്കാണ് നമ്മുടെ കീ ടു സക്സസ് ഇൻ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ്. അപ്പം ബ്രഷിങ്ങിൽ കുറച്ച് ടിൽറ്റ് ചെയ്തിട്ട് 45 ഡിഗ്രി ആംഗുലേഷനിലാണ് പിടിക്കേണ്ടത്. ഇങ്ങനെ സർക്കുലർ സ്ട്രോക്സ് കൊടുത്തിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്. ദിസ് ഈസ് ഇന്റർഡെന്റൽ ബ്രഷ്. അലൈനർ ട്രീറ്റ്മെന്റോ ബ്രേസസ് ട്രീറ്റ്മെന്റോ ചെയ്യുമ്പം നമ്മൾ ഇന്റർഡെന്റലി ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഈ ഉൾഭാഗത്തൊക്കെ ഭക്ഷണം കുടുങ്ങിയിരിക്കുന്നതൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഫ്ലോസ് സഹായിക്കും. പിന്നെ ഉള്ളത് ഈ നോർമൽ ഫ്ലോസ്. ഇതാകുമ്പോൾ കുറച്ചുകൂടി കൺവീനിയന്റ് ആയിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ. ബ്രേസസ് ആകുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ആയിരിക്കും ഇത് യൂസ് ചെയ്യാൻ. ബട്ട് ബ്രേസസ് ഇല്ലാത്ത പല്ലുകൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഏരിയാസ് ക്ലീൻ ചെയ്യാതെ ഫുഡ് ലോഡ്ജ്മെന്റ് ആയിരിക്കുകയാണെങ്കിൽ ഈ പല്ല് നീങ്ങിയിട്ട് ഈ ഗ്യാപ്പ് അടയാനുള്ള ചാൻസസും കുറയും. ഇതാണ് ഓർത്തോഡോണ്ടിക് വാക്സ്. കൂടുതലും ബ്രേസസ് ഉള്ളവർക്കാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഓരോ സ്ട്രിപ്പായിട്ടാണ് കിട്ടുന്നത്. ചെറിയ പീസ് എടുത്തിട്ട് ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതേപോലെ ബ്രേസസോ വയസ്സോ എവിടെയെങ്കിലും നിങ്ങളെ ചീക്കിലോ അതേപോലെ തൊലിയിലൊക്കെ കുത്തുന്നുണ്ടെങ്കിൽ ഇത് സൈഡിൽ ഇങ്ങനെ പറ്റിച്ച് വെച്ച് കൊടുക്കണം. സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇറിറ്റേഷൻ കുറയും.